രോഗാവസ്ഥയിലുള്ള മകനെ ഇരുമ്പ് വാതിൽ മുറിയിൽ പൂട്ടിയിടേണ്ടി വന്നൊരു അമ്മയുടെ നിസ്സഹായാവസ്ഥ അല്പസമയത്ത് മുമ്പാണ് നമ്മൾ 24 സംപ്രേഷണം ചെയ്തത്. ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് അതിൻ്റെ പിന്നാലെയായിരുന്നു രമേശ് ചെന്നിത്തല മോർണിംഗ് ഷോയിൽ വന്നത്. കണ്ണൂർ മാച്ചേനിയിലെ 26-കാരൻ സൗരവിൻ്റെ നിസ്സഹായാവസ്ഥ രമേശ് ചെന്നിത്തല കണ്ടു. അതിന് വിഷമമായും തോന്നുന്നു. അദ്ദേഹം അത് കഴിഞ്ഞാണ് വന്നത്. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സൗരവിൻ്റെ 6 മാസത്തെ മരുന്നിൻ്റെ ചെലവ് രമേശ് ചെന്നിത്തല ഏറ്റെടുത്തിരിക്കുകയാണ്. ഗാന്ധിഗ്രാം എന്ന പദ്ധതിയിലൂടെയാണ് അദ്ദേഹം ഈ സഹായം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്കൊന്ന് കേൾക്കാം. രാവിലെ 24 ന്യൂസിൽ ഞാൻ ഒരു SKയുമായ ഒരു സംഭാഷണത്തിനിടയിൽ മുമ്പ് കണ്ണൂർ ജില്ലയിലെ മാച്ചേരിയിൽ സൗരഭ് എന്ന് പറയുന്നൊരു കുട്ടിക്ക് ചികിത്സാ സഹായമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ള വാർത്ത കേൾക്കുകയുണ്ടായി. എൻ്റെ ഒരു പദ്ധതിയുണ്ട്, ഗാന്ധിഗ്രാം. പാവപ്പെട്ട പട്ടികജാതിക്കാരായ ആളുകളെ, ഏറ്റവും സഹായം അർഹിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ്. അധികം പണമൊന്നും ഇല്ല, പക്ഷെ ഉള്ള പണത്തിൽ നിന്ന് 6 മാസത്തേക്ക് ആ കുട്ടിയുടെ മരുന്നിനുള്ള പൈസ ഞാൻ 24-ലൂടെ അവർക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ SKയെ അറിയിക്കാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കാം. താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. എന്തായാലും വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ആരെങ്കിലും ഈ സൗരവിനെ ഏറ്റെടുക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് രമേശ് ചെന്നിത്തല പോലെ നേതാവ് തന്നെ മുന്നോട്ട് വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു രമേശ് ചെന്നിത്തല. താങ്കളുടെ ഗാന്ധിഗ്രാം പദ്ധതിയിലൂടെ ഈ ഒരു സഹായഹസ്തം സൗരവിലേക്ക് ചെല്ലട്ടെ. സൗരവിന് 6 മാസത്തേക്കെങ്കിലും ആ അമ്മയ്ക്ക് ഒരു ആശ്വാസമാകട്ടെ. അമ്മ യഥാർത്ഥത്തിൽ കണ്ണീര് തോരാത്ത ദിവസങ്ങളാണ് അമ്മയ്ക്കുള്ളത്. 6 മാസത്തേക്ക് ലേശം ഒരു സന്തോഷം. ഇനി ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്നാലും ഇത്തിരി സന്തോഷം ഉണ്ടാകാൻ രമേശ് ചെന്നിത്തല കാരണമായി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ ആ സൗരവിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണത്. നിങ്ങൾക്ക് സഹായിക്കാം. കാരണം നമ്മൾ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അന്യരോട് ഇത്തിരി കരുണ കാണിച്ച് ജീവിച്ചാൽ കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് നമുക്ക് ജീവിച്ചങ്ങ് പോകാം.